കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, എല്ലാവർക്കും ഈ നല്ല ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും നേരുകയാണ്. നാം എല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട സന്തോഷ് കോയിക്കലച്ചൻ്റെ പൗരോഹിത്യ രജത ജൂബിലി ആഘോഷിക്കുവാൻ വേണ്ടിയാണ്. ആദ്യമേ തന്നെ രജത ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും സമൃദ്ധമായി നേരുന്നു. സന്തോഷത്തിനെ സംബന്ധിച്ച് അനേകം നല്ല കാര്യങ്ങൾ പറയുവാൻ എനിക്ക് സാധ്യമാകും. അദ്ദേഹം മൈനസ് സെമിനാരിയിൽ ഒരു വൈദിക വിദ്യാർത്ഥിയായി വന്നത് മുതൽ ഇന്ന് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ എനിക്ക് പറയുവാനായിട്ട് സാധ്യമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നല്ല ആത്മീയ നിറവുള്ള ഒരു സെമിനാരിക്കാരനായിട്ടും യുവ വൈദികനായിട്ടും വന്യ സന്തോഷത്തിൽ ജീവിക്കുകയും തൻ്റെ സിൽവർ ജൂബിലി ദൈവ കൃപ നിറഞ്ഞ് ആഘോഷിക്കുവാനായിട്ട് ഇടയാകുകയും ചെയ്യുന്നു എന്നതാണ്. ജൂബിലി എന്ന് പറയുന്നത് ദൈവത്തിന് നന്ദി പറയുവാനായിട്ടുള്ള അവസരമാണ്. ഇറ്റ് ഈസ് എ ടൈം ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ബഹുമാനപ്പെട്ട സന്തോഷത്തിന് നല്ല ഒരു മലങ്കര കത്തോലിക്ക കുടുംബത്തിൽ ജനിക്കുവാനായിട്ടും മാതാപിതാക്കളിൽ നിന്നും ലഭിച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവിളി ലഭിക്കുവാനും അത് വളർത്തിയെടുത്ത് ഉത്തമ പുരോഹിതനായി സഭയുടെ അജപാലന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പ്രേക്ഷിത രംഗത്തുമൊക്കെ നല്ല സംഭാവനകൾ നൽകുവാനായിട്ടും സാധ്യമായി. അനേകം നല്ല ഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു പുരോഹിതനാണ് സന്തോഷച്ചൻ. ഇതുപോലെയുള്ള ഒരു പുരോഹിതന് നമുക്ക് നൽകിയതിന്, സഭയ്ക്ക് നൽകിയതിന്, പ്രത്യേകിച്ച് ജർമ്മനിയിലെ ജപാലന ശുശ്രൂഷയ്ക്ക് നൽകിയതിന് അച്ഛനോട് ചേർന്ന് ദൈവത്തിന് ഈ ജൂബിലി സന്ദർഭത്തിൽ നമുക്ക് കൃതജ്ഞത സമർപ്പിക്കാം. രണ്ടാമതായി ജൂബിലി എന്ന് പറയുന്നത് അനേകരെ ഓർമ്മിക്കുവാനായിട്ടുള്ള അവസരമാണ്. 25 വർഷത്തെ പൗരോഹിത്യ ജീവിതം പൂർത്തിയാക്കുമ്പോൾ അനേകായിരം ആൾക്കാരുടെ പ്രാർത്ഥനയും പ്രോത്സാഹനങ്ങളും സഹകരണങ്ങളും അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ, നമ്മളുടെ സഭയിലെ പിതാക്കന്മാർ, വൈദികർ, സന്യസ്തർ, ദൈവജനം, ഇവരുടെ എല്ലാം കലാകാലങ്ങളിലുള്ള പ്രാർത്ഥനയും പിന്തുണയും സഹകരണങ്ങളെല്ലാമാണ് നല്ല ഒരു പുരോഹിതനായി തീരുവാനായി അച്ഛനെ സഹായിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സന്തോഷച്ചൻ നല്ല ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ, ഉത്തമ നടപടിക്രമം പാലിക്കുന്ന ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ, അച്ഛൻ സഭാസ്നേഹിയായ ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ, പണ്ഡിതനായ ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ, ജനത്തിൻ്റെ ഉത്തമ അജപാലൻ എന്നുള്ള നിലയിൽ എല്ലാം വളരുന്നതിന് അനേകം ആൾക്കാർ സഹായം നൽകിയിട്ടുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാനും ദൈവത്തിന് പ്രത്യേകമായി അവരെ സമർപ്പിക്കുവാനുമായിട്ടുള്ള അവസരമാണ് ജൂബിലിയുടെ അവസരം എന്ന് പറയുന്നത്.
ജൂബിലി എന്ന് പറയുന്നത് സന്തോഷിക്കുവാനായിട്ടുള്ള അവസരമാണ്. ജൂബിലി ആഘോഷിക്കുവാൻ പറഞ്ഞിട്ടുള്ളത് യഹോവയായ ദൈവമാണ്. അത് ദൈവത്തിൽ സന്തോഷിക്കുവാൻ, നമ്മളുടെ സഭയിൽ സന്തോഷിക്കുവാൻ, സഭ മക്കളുടെ കൂട്ടായ്മയിൽ സന്തോഷിക്കുവാനായിട്ടുള്ള അവസരമാണ്. നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ ബാബാ തിരുമേനി ഈ സമ്മേളനത്തിലെ സന്നിഹിതനാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബാബാ തിരുമേനിയുടെ നേതൃത്വത്തിൽ നമ്മുടെ സഭ ഭാരതത്തിലും ഇന്ത്യക്ക് പുറത്തുമെല്ലാം അതിശക്തമായ രീതിയിൽ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ യൂറോപ്പിലെ നമ്മുടെ സഭയ്ക്ക് കാനൂനികമായ അംഗീകാരവും സാർവത്രിക സഭയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് നമുക്ക് വളരെയേറെ സന്തോഷിക്കുവാനായിട്ടുള്ള അവസരമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ജൂബിലി ആഘോഷത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന് ദീർഘമായ യാത്ര ചെയ്ത് നമ്മളുടെ ബാബാ തിരുമേനിയും മറ്റേ വിശിഷ്ട അതിഥികളും സ്നേഹിതരായിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ സഭ ബഹുമാനപ്പെട്ട സന്തോഷത്തിൻ്റെ ശുശ്രൂഷയിൽ സന്തോഷിക്കുന്നു. അച്ഛൻ ജർമ്മനിയിൽ നൽകിയ സഭയുടെ ശുശ്രൂഷകൾ അതൊരു വലിയ വികാസമായി മാറി. ഇപ്പോൾ അതൊരു അപ്പസ്തോലിക് വിസിറ്റേറ്ററുടെ നേതൃത്വത്തിൽ കൂടുതൽ സ്വാഭാവികമായി തീരുന്നു എന്നുള്ളതും സന്തോഷകരമായ അനുഭവമാണ്. അങ്ങനെ നമ്മൾ ഒന്നിച്ചുകൂടി ദൈവത്തിന് നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും നമ്മളെ വളർന്നു വികസിക്കുവാൻ സഹായിച്ച എല്ലാവരെയും ഓർക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിച്ച് സന്തോഷിക്കുകയാണ്. ഈയൊരു ജൂബിലി നല്ല സന്തോഷത്തിൻ്റെ സംഭവമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവസാനമായി ജൂബിലി എന്ന് പറയുന്നത് അത് നല്ല തീരുമാനമെടുത്ത് മുന്നേറുവാനായിട്ടുള്ള അവസരമാണ്. എ ടൈം ഫോർ റിന്യൂവൽ. ബഹുമാനപ്പെട്ട സന്തോഷത്തിലൂടെ കഴിഞ്ഞ 25 വർഷമായി സഭയ്ക്ക് ത്യാഗനിർഭരമായ അനേകം സേവനങ്ങളും സഭയുടെ വിപുലീകരണവും നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് 2007-8 കാലഘട്ടത്തിൽ അച്ഛന് ജർമ്മനിയിൽ കടന്നു വന്ന് ഒന്നുമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ സഭയെ വളർത്തിയെടുക്കുവാനും പണിതുയർത്തുവാനും ത്യാഗോജ്വലമായ സമർപ്പണം നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തിപരമായി പറയുവാൻ എനിക്ക് സാധ്യമാകും. 2005-10 കാലഘട്ടങ്ങളിൽ ഇവിടെ അപ്പസ്തോലിക വിസിറ്റേറ്ററായി പ്രവർത്തിച്ച എന്നെ സംബന്ധിച്ച് അച്ഛൻ്റെ സാന്നിധ്യവും നേതൃത്വവും അതുപോലെ തന്നെ മറ്റേ രീതിയിലുള്ള പിന്തുണയുമെല്ലാം എൻ്റെ ശുശ്രൂഷകളെ ഭംഗിയാക്കുവാനായിട്ടും സഹായിച്ചിട്ടുണ്ട്. ആ ശുശ്രൂഷകളെല്ലാം നമ്മൾ സന്തോഷത്തോടെ നന്ദിപൂർവ്വം ഓർക്കുന്നു. ഇനിയും സഭ വളരെയേറെ മുന്നേറുവാനായിട്ടുണ്ട്. നമ്മളുടെ ബാബാ തിരുമേനിയുടെ നേതൃത്വത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ആഗോള തലത്തിൽ വലിയ വികാസവും വിപുലീകരണവും പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടയാളമാണല്ലോ യൂറോപ്പിന് അപ്പസ്തോലിക് വിസിറ്റേറ്ററായി അന്യ കുര്യാക്കോസ് റുംബാച്ചനെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം മിത്രാനായി യൂറോപ്പിൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ ബാബാ തിരുമേനിയുടെയും കുര്യാക്കോസ് റുംബാച്ചനെ നേതൃത്വത്തിലുള്ള സഭയെ ശക്തിപ്പെടുത്തുവാൻ സഭ ഏൽപ്പിക്കുന്ന ഏത് ശുശ്രൂഷയും വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുവാൻ ബഹുമാനപ്പെട്ട സന്തോഷത്തിന് ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സന്തോഷത്തിന് തികഞ്ഞ സഭാസ്നേഹിയാണ്, നല്ല പുരോഹിതനാണ്, പാണ്ഡിത്യമുള്ള പുരോഹിതനാണ്.
മറ്റുള്ളവരോട് കരുണയും കരുതലുമുള്ള പുരോഹിതനാണ്. സഭയുടെ ഏത് ശുശ്രൂഷ ഏൽപ്പിച്ചാലും അത് 100% സത്യസന്ധമായി ആത്മാർത്ഥതയോടെ സഭാ പിതാക്കന്മാരോടും സഭയുടെ നല്ല പാരമ്പര്യങ്ങളോടും ആരാധനാ ജീവിതത്തോടും ഒക്കെ ചേർന്ന് വളർന്ന അത് നേതൃത്വം കൊടുക്കുന്ന ഉത്തമ പുരോഹിതനാണ് ബഹുമാനപ്പെട്ട സന്തോഷ് കോയിക്കലച്ചൻ. അച്ഛൻ്റെ ജൂബിലി ആഘോഷത്തിന് ഒരിക്കൽ കൂടി അനുഗ്രഹങ്ങൾ നേരുന്നു. ജൂബിലി കഴിഞ്ഞതിന് ശേഷം കൂടുതൽ ശക്തിയോടുകൂടി നമ്മുടെ സഭയെ നയിക്കുവാൻ അദ്ദേഹത്തിന് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ജൂബിലിക്ക് ദൂരെ ഇരുന്നുകൊണ്ട് പങ്കെടുക്കുവാനായി എനിക്ക് അവസരം നൽകിയ അതിൻ്റെ സംഘാടകരെ, പ്രത്യേകിച്ച് ജർമ്മനിയിലുള്ള എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും സഭാ നേതാക്കന്മാരെയും വൈദികരെയും സന്യസ്തരെയും ഈ ജൂബിലി ആഘോഷ കമ്മിറ്റി അംഗങ്ങളെയും പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.